കൊല്ലം കടവൂരിൽ റോഡ് നിർമ്മാണത്തിൽ കരാറുകാർ വീഴ്ച വരുത്തുന്നതായി ജനങ്ങളുടെ പരാതി. കടവൂർ നീരാവിൽ ലക്ഷം വീട് നിവാസികളാണ് നിർമ്മാണത്തിലെ അപാകത ചൂണ്ടിക്കാട്ടി പരാതി നൽകിയത്. ലക്ഷം വീട് ഭാഗത്തേക്കുള്ള റോഡ് പൊളിച്ചുമാറ്റി പുതുതായി നൽകിയ വഴിയിലൂടെ നിലവിൽ വാഹനങ്ങൾക്ക് സുഗമമായി പോകാൻ കഴിയാത്ത അവസ്ഥയാണ്. നിരവധി കുടുംബങ്ങളാണ് ലക്ഷം വീട്ടിൽ താമസിച്ചു വരുന്നത്. സ്കൂൾ ബസ്സുകളും മറ്റു വാഹനങ്ങളും നിരന്തരമായി പോയിക്കൊണ്ടിരുന്ന സ്ഥലം. ഈ അടുത്തായി ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി കരാറു ജീവനക്കാർ ലക്ഷം വീട്ടിലേക്കുള്ള റോഡ് പൊളിച്ചു മാറ്റി. അതിനു കുറുകെ ഒരു ഡിവൈഡർ സ്ഥാപിച്ചു. ഇനി ഈ വഴിയിലൂടെ വേണം ലക്ഷം വീട്ടിലേക്ക് എത്താൻ. എന്നാൽ സ്കൂൾ വാഹനങ്ങൾ ഉൾപ്പെടെയുള്ള മറ്റു വലിയ വാഹനങ്ങൾക്ക് ഈ വഴിയിലൂടെ പോകാനാവില്ല. ചെറിയ വാഹനങ്ങൾ തന്നെ പോകുന്നത് ബുദ്ധിമുട്ടിയാണ്. നിർമ്മാണം പൂർത്തിയായി നിരന്തരം വാഹനങ്ങൾ വരുമ്പോൾ ഇങ്ങനെയുമായിരിക്കില്ല. നിലവിൽ സ്കൂൾ വാഹനത്തിലെത്തുന്ന കുട്ടികളെ റോഡിലിറക്കി പോകേണ്ട അവസ്ഥയാണുള്ളത്. നീരാവ് ഡിവിഷനിലെ ലക്ഷം വീട് ഭാഗത്തോട്ട് പോകുന്ന വഴികൾ, നീരാവ് ജംഗ്ഷനും ലക്ഷം വീടും ഭാഗത്തോട്ട് പോകുന്ന വഴികൾ ഇപ്പോൾ പുതുനിർമ്മാണം വന്നപ്പോഴത്തേക്കും അതെല്ലാം ബന്ദ് ചെയ്ത് പുതിയതായിട്ടുള്ള നിർമ്മാണം നടത്തി ലക്ഷം വീട് ഭാഗത്തോട്ട് പോകാനുള്ള വഴികൾ മൊത്തം തടസ്സപ്പെടുത്തി. സ്കൂൾ കുട്ടികൾക്കും സുഖമില്ലാത്തവർക്ക് ഒരു ആംബുലൻസ് പോകാനോ ഒരു കൺസ്ട്രക്ഷൻ വർക്ക് നടക്കാനോ ഉള്ള ഒരു റോഡോ മാർഗ്ഗങ്ങളോ ഒന്നുമില്ലാതെ ഇത് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. നമ്മൾ പല പ്രാവശ്യവും അധികാരികളോട് ആവശ്യപ്പെട്ടെങ്കിലും അവരത് നിസ്സാരപരമായിട്ടാണ് കാണുന്നത്. ജനങ്ങൾ വളരെയധികം ഇപ്പോൾ ബുദ്ധിമുട്ടുകയാണ്. പല കാര്യങ്ങൾക്കും ഒരു കൺസ്ട്രക്ഷൻ വർക്ക് പോലും അവിടെ നടത്താൻ പറ്റുന്നില്ല. അത്യാവശ്യ ഘട്ടങ്ങളിൽ ആംബുലൻസിനോ ഫയർഫോഴ്സിനോ പോലും ഇതുവഴി ലക്ഷം വീട്ടിലേക്ക് എത്താനാവില്ല. ഈ ഒരു റോഡിന്റെ അപാകത കാരണം ഞങ്ങൾ പെട്ടിരിക്കുക. കാര്യം അങ്ങോട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം സ്തംഭിച്ചിരിക്കുക. ആംബുലൻസോ സ്കൂൾ ബസ്സുകളോ സ്കൂളിൽ കൊണ്ടുവിടാൻ രക്ഷകർത്താക്കൾ കിടന്ന് പാടുപെടുന്നത് ഭയങ്കര. രാവിലെ ഒരു 8 മണി തൊട്ട് അവർ നെട്ടോട്ട് ഓടുക. കാര്യം ഒരു സ്കൂൾ ഒരു വീട്ടിന്റെ വാതക്കൽ ഈ സൈഡിലോട്ട് പോകാനേ പറ്റുന്നില്ല. ഈ പോസ്റ്റ് കിടക്കുന്നതുകൊണ്ട് നമുക്ക് കയറാനും ഇറങ്ങാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് നേരത്തെ ഈ നേരെ വന്ന് കയറാൻ ഇതുവഴിയായിരുന്നു സൗകര്യം. ആ റോഡ് തന്നെ നമുക്ക് വിട്ടു തന്നാൽ കയറിപ്പോകാനായിട്ട് എല്ലാവർക്കും സൗകര്യമാണ്. 150 വീട്ടുകാരോളം ഇവിടെ കിടപ്പുണ്ട്. സ്കൂൾ വണ്ടികളൊന്നും വരുന്നില്ല. കുടിവെള്ളം കിട്ടാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. എല്ലാം കൊണ്ടും ബുദ്ധിമുട്ടിയാണ് ഇവിടെ ജനങ്ങൾ കഴിയുന്നത്. വലിയ ബുദ്ധിമുട്ടാണ് ഈ ഒരു പ്രശ്നം. വീടുപണി തുടങ്ങിയവർ നിർമ്മാണ സാമഗ്രികൾ സ്ഥലത്തെത്തിക്കാനാവാതെ വഴിമുട്ടി. പാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയപ്പോൾ തന്നെ അശാസ്ത്രീയത നാട്ടുകാർ ചൂണ്ടിക്കാട്ടിയിരുന്നു. സമീപത്തെ അടിപ്പാതയ്ക്കായുള്ള പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനവും പാളിയിട്ടുണ്ട്. പഴയതിനോട് സമാനമായി നിർമ്മിക്കേണ്ട പുതിയ പാലം നിർമ്മാണം പൂർത്തിയായപ്പോൾ 2 അടിയോളം താഴ്ന്നിരിക്കുന്നു. പാലത്തിൻ്റെയും ഇപ്പോൾ അണ്ടർപാസ് ചെയ്തിരിക്കുന്നത് 1 വർഷത്തിന് മേലെയായി. അവർ ചെയ്ത് 1 മാസം കഴിഞ്ഞപ്പോഴേ അത് താഴെ എത്തിയിരിക്കുക. അത് പലരുടെയും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് ആരും അതിൻ്റെ നടപടികൾ ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. പുനർനിർമ്മാണം എങ്ങനെയാണ് അവർ ചെയ്യാൻ പോകുന്നത് പോലും പറഞ്ഞിട്ടില്ല. കാരണം ഒരു വാഹനം പോലും ഇനി അതിൻ്റെ മേലെ കൂടെ കടന്നു പോകാൻ പറ്റത്തില്ല. ഒരു ലോഡും വണ്ടിയൊക്കെ പോയി കഴിഞ്ഞാൽ എല്ലാം കൂടെ താഴെ വീഴും. അത്രയ്ക്കും മോശമായ പണികളാണ് ഇവർ ചെയ്തു വെച്ചിരിക്കുന്നത്. സർവീസ് റോഡിനും വീതി കുറവാണ്. 3.5 മീറ്റർ സർവീസ് റോഡും 1.5 മീറ്റർ ഓടയും നിർമ്മിക്കുന്നിടത്ത് ആകെ 2.5 മീറ്റർ ആണുള്ളത്. ഓടയുടെ നിർമ്മാണവും അശാസ്ത്രീയമാണെന്ന് നാട്ടുകാർ പറയുന്നു. അപാകതകൾ ചൂണ്ടിക്കാട്ടി ദേശീയപാത അധികൃതർക്കും ജില്ലാ കളക്ടർക്കും ജനങ്ങൾ പരാതി നൽകിയിട്ടുണ്ട്. ജനം, കൊല്ലം.